നിങ്ങൾക്ക് 10-20 സെൻറ്റ് വരുന്ന കറണ്ട് എത്താത്ത ചെറിയ കൃഷിയിടങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സോളാർ പാനലുകൾ സ്ഥാപിക്കാതെ ചെറിയൊരു ബാറ്ററിയിൽ നിന്ന് പ്രവർത്തിപ്പിച്ച് വെള്ളമടിച്ച് കൃഷിയും മറ്റും നനയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു 12 വോൾട്ട് സോളാർ പമ്പിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൽദോസ്. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈസിലി പോർട്ടബിൾ ആയിട്ടുള്ള ഒരു 3 കിലോ ഒക്കെ ആവറേജ് വെയിറ്റ് വരുന്ന 12 വോൾട്ടിൻ്റെ ചെറിയൊരു പമ്പാണിത്. ഇത് നമുക്ക് ഈസി ആയിട്ട് ഇതിനൊരു ഹാൻഡിലുണ്ട്. നമുക്ക് ഇതേപോലെ തൂക്കി പിടിച്ച് നമ്മുടെ പറമ്പിലോ മറ്റു കാര്യങ്ങളിലൊക്കെ കൊണ്ടുപോകാം. ആകെ കുറച്ച് ബുദ്ധിമുട്ട് വരുന്നതിൻ്റെ ബാറ്ററി കുറച്ച് വെയിറ്റ് ആയതുകൊണ്ട് നമുക്ക് അത് കൊണ്ടുപോകാൻ ഇത്തിരി ബുദ്ധിമുട്ട് വരും. എങ്കിലും നമുക്കൊരു കറണ്ട് എത്താത്ത സ്ഥലത്തെ സംബന്ധിച്ച് നമ്മൾ എടുക്കുന്ന ഒരു എഫോർട്ട് വലിയൊരു പ്രശ്നമായിട്ട് വരില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതിൽ ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ ഇത് 12 വോൾട്ട് 200 വാട്ട്സിൽ ആവറേജ് 15 മീറ്റർ വരെയാണ് ഹെഡ് പറയുന്നത്. 15 മീറ്റർ എന്ന് പറഞ്ഞാൽ മാക്സിമം ഹെഡാണ്. ഒരു 12 മീറ്റർ വരെയൊക്കെ വെർട്ടിക്കൽ ഹെഡുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. അതേപോലെ മാക്സിമം ഡിസ്ചാർജ് 7000 ലിറ്റർ പറയുന്നുണ്ട്. നമ്മൾ ഇതിന് മുമ്പ് പരിചയപ്പെടുത്തിയ ഒരു പമ്പിൽ ആവറേജ് 5000 to 6000 ലിറ്റർ ആയിരുന്നു ഡിസ്ചാർജ്. അതിനെ കമ്പയർ ചെയ്ത് നോക്കാൻ നേരത്ത് കുറച്ചുകൂടെ ഡിസ്ചാർജും കൂടുതലുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു ബാറ്ററിയിൽ കണക്ട് ചെയ്ത് കിണറിലിട്ടിട്ട് ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നോക്കാം. ഇതിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം DC പമ്പുകൾ യൂസ് ചെയ്യാൻ നേരത്ത് നമ്മൾ അതിൻ്റെ കൂടെ വരുന്ന വയർ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ DC കേബിളുകൾ തന്നെ യൂസ് ചെയ്യുക. നമ്മുടെ ലെങ്ത് അനുസരിച്ച് ഒരു 10 മീറ്ററൊക്കെയാണ് വരുന്നുള്ളെങ്കിൽ 4ൻ്റെ ഉപയോഗിക്കാം. അതിൽ കൂടുതൽ ലെങ്ത് ഒരു 15 to 20 മീറ്റർ വരെയാണെങ്കിൽ 6ൻ്റെ ഉപയോഗിക്കാം. അതിൽ കൂടുതൽ ലെങ്ത് വരുന്നുണ്ടെങ്കിൽ 10ൻ്റെ ഉപയോഗിക്കുക. അതേപോലെ കേബിൾ സൈസ് സെലക്ട് ചെയ്ത് ഉപയോഗിക്കുക. സാധാരണ AC വയർ ചെറിയ 1 square mm 1.5 പോലെയുള്ള ചെറിയ വയറുകൾ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഹീറ്റ് ആവുന്നതല്ലാണ്ട് ഈ പമ്പ് വർക്ക് ചെയ്യില്ല. അപ്പോൾ അത് എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്. അതെന്തായാലും ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. നമ്മളിതിൽ ജോയിൻ്റ് അടിക്കാൻ നേരത്ത് വാട്ടർ പ്രൂഫ് ടേപ്പ് വെച്ച് അടിക്കണം. അതിലാദ്യം ഇൻസുലേഷൻ ടേപ്പ്, രണ്ടാമത് വാട്ടർ പ്രൂഫ് ടേപ്പ്, അതിൻ്റെ മേളിൽ ഇൻസുലേഷൻ, അങ്ങനെ 3 ലെയറായിട്ട് നമ്മുടെ നോർമൽ സബ്മേഴ്സിബിൾ പമ്പുകൾ ജോയിൻറ്റ് ചെയ്യുന്ന പോലെ വേണം ഇതിൻ്റെ വയറും ജോയിൻറ്റ് ചെയ്യാനായിട്ട്. കാരണം വെള്ളത്തിൽ പോയിട്ട് ഇത് എർത്തായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മോട്ടറിന് ലോഡ് കിട്ടില്ല. ഇതിപ്പോൾ നമ്മളിവിടെ ഒരു ചെറിയ മറൈൻ റോപ്പ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ടെമ്പററി ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇത്രയും വില കൂടിയ കയർ വേണമെന്നില്ല. നോർമൽ നമ്മുടെ പ്ലാസ്റ്റിക് മഞ്ഞ കയർ തന്നെ യൂസ് ചെയ്യാം. മഞ്ഞ കയർ യൂസ് ചെയ്യുമ്പോൾ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ വെയിൽ കൊള്ളുന്ന ഭാഗം പൊടിഞ്ഞു പോകാനും വലിച്ചിലും കാര്യങ്ങളൊക്കെ എലാസ്റ്റിസിറ്റി കൂടുതലാണ്. ഒരു സ്ഥിരമായിട്ട് വാങ്ങിച്ചു വെച്ചേക്കാനാണെങ്കിൽ ഇതേപോലെയുള്ള മറൈൻ ഡ്രോപ്പ് വാങ്ങിച്ചു വെക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇതിൻ്റെ കൂടെ 3 സൈസിലുള്ള അഡാപ്റ്റർ വരുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞ പോലെ ആവറേജ് ഒരു 7000 ലിറ്റർ തള്ളാൻ കപ്പാസിറ്റി ഉള്ള ഒരു പമ്പ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് പൈപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ 2 ഇഞ്ചോ 1.5 ഇഞ്ചോ സൈസിലുള്ള പൈപ്പുകൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഉപയോഗിക്കാം. അതല്ല പുതിയത് നിങ്ങൾ വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 1 ഇഞ്ചിൻ്റെ പൈപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ. കാരണം ഇതൊരു 7000 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പൈപ്പ് കൊടുത്താലും നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ബെനിഫിറ്റ് ഇല്ല. അപ്പോൾ നിങ്ങൾ 1 ഇഞ്ചിൻ്റെ പൈപ്പ് തന്നെ യൂസ് ചെയ്താൽ മതി. നമ്മൾ 1 ഇഞ്ചിൻ്റെ വെച്ചിട്ടാണ് ഇന്ന് പൈപ്പ് കണക്ട് ചെയ്ത് പമ്പ് ചെയ്യാൻ നോക്കുന്നത്. നമ്മളിപ്പോൾ പൈപ്പ് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കയറ്റി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അത് കഴിഞ്ഞിട്ട് അതൊരു ക്ലിപ്പിട്ട് ടൈറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 3 മീറ്റർ ആഴമുള്ള ഒരു കിണറിലേക്കാണ് ഇത് ഇറക്കാൻ പോകുന്നത്. 3 മീറ്ററിനടുത്ത് വാട്ടർ ലെവലുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഒരുപാട് നേരം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാനോ അതേപോലെ വലിയ കൃഷിയിടങ്ങളിലേക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളൊരു 5-10 സെൻറ്റ് സ്ഥലം എന്ന് പറയുന്നത്. അതായത് ചെറിയ ആവശ്യങ്ങൾക്കാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പൈപ്പ് നമ്മൾ ഏകദേശം ഒരു 7-8 മീറ്റർ പൈപ്പ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ പമ്പ് ഇറക്കാൻ നേരത്തെ നോർമൽ പമ്പുകൾ പോലെ തന്നെ അടിയിൽ നിന്ന് ചെളിയിൽ മുട്ടിക്കിടക്കാതെ ശ്രദ്ധിക്കുക. അതിൻ്റെ അടിയിലൊരു സ്റ്റെയിനർ ഉണ്ട്. എങ്കിലും അതുവഴി ചെളിയും മറ്റു കാര്യങ്ങളെല്ലാം കലങ്ങി കയറിയിട്ട് നമ്മുടെ ഈ പമ്പിൻ്റെ ഇമ്പലറും മറ്റു കാര്യങ്ങളൊക്കെ ക്ലോഗ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ താഴെ മുട്ടിക്കിടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് നോർമൽ എല്ലാ പമ്പുകളിലും അതേപോലെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ കണക്ഷൻ കൊടുക്കാം. നിലവിലൊരു 12 വോൾട്ട് ബാറ്ററിയിൽ നിന്നാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത്. വെള്ളം ലോഡായി വരുന്നുണ്ട്. അത്യാവശ്യം ഡിസ്ചാർജ് ഉണ്ടെന്ന് പറയാം. വലിയ കാര്യമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചൊരു ഡിസ്ചാർജ് പറയാനില്ല. ഇനി ബാറ്ററിയുടെ കപ്പാസിറ്റി, ബാറ്ററി അവിടെ ലൂസ് കണക്ഷൻ ഉണ്ടോ? ടൈറ്റായിട്ട് വയ്ക്കണം. അത്യാവശ്യം വെള്ളം ഉണ്ടെന്നല്ലാതെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരു ഡിസ്ചാർജ് പറയാനില്ല. ഇനി അതിൻ്റെ ബാറ്ററിയുടെ കപ്പാസിറ്റി ആണോന്ന് അറിയില്ല. നിലവിൽ യൂസ് ചെയ്തേക്കുന്ന 26 AHൻ്റെ ഒരു ചെറിയ ബാറ്ററിയാണ്. അത്യാവശ്യം ഒരു ചെറിയ ഡിസ്ചാർജ്. ഇനി നമുക്ക് ജസ്റ്റ് അതിൻ്റെ ബാറ്ററി ഒന്ന് മാറി ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയാൽ പെർഫോമൻസിലുള്ള വേരിയേഷൻ വരുമോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പോൾ വരുന്ന ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം റേഞ്ച്. കാര്യം ഇതൊരു 12 വോൾട്ടിൻ്റെ പമ്പിനെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്ചാർജ് അത്യാവശ്യം ഉണ്ടെന്ന് പറയാം. എങ്കിലും നമ്മൾ പ്രതീക്ഷിച്ച അത്ര ഒരു സാറ്റിസ്ഫാക്ടറി ലെവലിലുള്ള ഡിസ്ചാർജ് എന്ന് പറയാനില്ല. നിലവിൽ നമ്മുടെ ബാറ്ററിയുടെ ചാർജും അല്പം കുറവാണ്. 9.8 വോൾട്ടാണ് ബാറ്ററി ചാർജ് കാണിക്കുന്നുള്ളൂ. നമുക്ക് ജസ്റ്റ് പുതിയൊരു ബാറ്ററി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് നോക്കാം. നോർമലി ഇതിൻ്റെ റണ്ണിങ് ആംബിയർ പറയുന്നത് 17 ആംബിയറാണ്. നിലവിൽ 12.8 എടുക്കുന്നുള്ളൂ. ഒരു പക്ഷേ ബാറ്ററി ചാർജ് കുറവായതുകൊണ്ടും ആയിരിക്കാം. അപ്പോൾ ബാറ്ററി ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കിയാലാണ് നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു കാര്യം എന്താണെന്നുള്ള ഐഡിയ കിട്ടുള്ളൂ. ഡിസ്ചാർജ് ഒന്ന് കാണിച്ചു കൊടുത്തരാം കേട്ടോ.
ഡിസ്ചാർജ് ആയത്തെ പോലെ തന്നെ ഒരു മീഡിയം റേഞ്ച് ഡിസ്ചാർജാണ് പറയാനുള്ളൂ. ഇനി കറക്റ്റ് ബാറ്ററി ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പെർഫോമൻസ് വേരിയേഷൻ ഉണ്ടോ, അതിൽ വ്യത്യാസം വരുമോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. നമ്മുടെ ബാറ്ററി നമ്മളൊന്ന് മാറി നോക്കാനായിട്ട് നിലവിലൊരു ടെമ്പോയിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബാറ്ററി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കപ്പാസിറ്റി നിലവിൽ മെൻഷൻ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു 60 AH ഒക്കെ കാണണം ആവറേജ് ഇതിൻ്റെ കപ്പാസിറ്റി. ഇനി ഇതിലേക്ക് നമ്മുടെ മോട്ടർ കണക്ട് ചെയ്യുമ്പോഴുള്ളൊരു പെർഫോമൻസിൻ്റെ വ്യത്യാസം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോകാതെ തന്നെ കൊടുക്കണം. ആ പൈപ്പിൻ്റെ എൻഡ് ഒന്ന് പിടിക്കാം. അത് നല്ല വ്യത്യാസമായി. ഓക്കെ, ഇപ്പോൾ പെർഫോമൻസ് നല്ല ഡിഫറൻസ് പെർഫോമൻസ് തമ്മിൽ വന്നിട്ടുണ്ട്. ഡിസ്ചാർജ് നന്നായിട്ട് വരുന്നുണ്ട്. ഒന്ന് അടച്ചു പിടിക്കാതിരുന്നേ. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ആദ്യത്തേക്കായ നല്ല പെർഫോമൻസ് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പഴയ ബാറ്ററിയുടെ വോൾട്ടേജ് അത്ര പറ്റാത്തത് കൊണ്ടാണ് ഈ ബാറ്ററിയുടെ വോൾട്ടേജും ഇപ്പോൾ എടുക്കുന്ന ആംബിയറും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ അത്യാവശ്യം പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് കൊണ്ടുവന്ന് നനയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസ്ചാർജ് നിങ്ങൾക്ക് ഈ പമ്പിൽ നിന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ബാറ്ററി ചേഞ്ച് ചെയ്തപ്പോഴുള്ള പെർഫോമൻസിൻ്റെ വ്യത്യാസം നമുക്ക് കാണാം. സ്വിച്ച് ഒന്ന് അടച്ചു പിടിക്കാതെ അത്യാവശ്യം 1 ഇഞ്ചിൻ്റെ പൈപ്പ് നിറഞ്ഞ് ഏകദേശം ഒരു 1.5 അടി ദൂരത്തിൽ വെള്ളം അത് കർവായിട്ട് വീഴുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ചെറിയൊരു കൃഷിയിടങ്ങളിലൊക്കെ ഈസി ആയിട്ട് പ്രാക്ടിക്കലായിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. എത്ര ഹൈറ്റിലേക്ക് ചീറ്റി പിടിക്കാൻ പറ്റും നോക്കി, ഹൈറ്റ് കൊടുത്ത് നോക്കി. ഇപ്പോൾ നമുക്ക് കാഴ്ചയ്ക്ക് തന്നെ ആദ്യത്തെ ബാറ്ററി വെച്ച് കമ്പയർ ചെയ്യുമ്പോഴുള്ള പെർഫോമൻസ് കാഴ്ചയിൽ തന്നെ നമുക്ക് നല്ല വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. ഈസി ആയിട്ട് അത്യാവശ്യം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നന കാര്യങ്ങളൊക്കെ നമുക്ക് നടത്തി വരാൻ പറ്റും. ആ ജാതിയുടെ ചുവട്ടിലേക്ക് നനച്ചോ. ഇപ്പറ ജാതി സൈഡിൽ നിൽക്കണേ, ആ സൈഡ് തുറന്നു കിട്ടോ. ഓക്കെ, നമ്മുടെ പുതിയ ബാറ്ററിയിലെ വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ നേരത്തെ അതിൽ 12.4 വോൾട്ട് വരുന്നുണ്ട്. പഴയതിൽ 9.7 9.8 ഉണ്ടായുള്ളൂ. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് വേരിയേഷനാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഈ പമ്പിൻ്റെ ഏകദേശം ഒരു വില വരുന്നത് 6000 മുതൽ 6500 വരെയാണ് ഏകദേശം അപ്രോക്സിമേറ്റ് റേറ്റ് വരുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഈ 18-ാം തീയതി മുതൽ ടാക്സിലുള്ള വേരിയേഷൻ കൂടെ വന്നിട്ടുണ്ട്. അതും പമ്പുകളുടെ എല്ലാത്തിൻ്റെയും വിലയെ ബാധിച്ചിട്ടുണ്ട്. 12% ആയിരുന്ന GST ഇപ്പോൾ 18% വാട്ടർ പമ്പുകൾക്ക്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു എക്സ്ട്രാ വേരിയേഷൻ കൂടെ വന്നിട്ടുണ്ട്. ഇതിൽ 2-3 സജഷൻസ് പറയാനുള്ളത്, മാക്സിമം കേബിൾ ലെങ്ത്ത് കുറയ്ക്കുക, യൂസ് ചെയ്യുന്നത് DC കേബിൾ തന്നെ യൂസ് ചെയ്യുക. പിന്നെ ബാറ്ററിയിൽ ടെർമിനൽസ് വരാൻ നേരത്ത് ലൂസ് കോൺടാക്റ്റ് വരാത്ത രീതിയിൽ നല്ല ടൈറ്റ് ആയിട്ടുള്ള ടെർമിനൽസ് യൂസ് ചെയ്യുക. ബാറ്ററി നിങ്ങൾക്കൊരു ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 50 AH മേലുള്ള ബാറ്ററി തന്നെയായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ പെർഫോമൻസ് വളരെ കുറവായിരിക്കും. വർക്ക് ചെയ്യും, പക്ഷേ പെർഫോമൻസ് കുറവായിരിക്കും. ഇനി ബാക്കപ്പ് ഒക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 50 AH ബാറ്ററിയിലൊക്കെ ആവറേജ് ഒരു 1 മണിക്കൂറൊക്കെ ആയിരിക്കും ആവറേജ് ബാക്കപ്പ് കിട്ടുക. ഇത് അല്ലെങ്കിലും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് യൂസ് ചെയ്യാനോ 1 മണിക്കൂറിൽ കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നതിനോ എനിക്ക് അഭിപ്രായമില്ല. കാരണം ഇതെല്ലാം ബ്രഷ് ടൈപ്പ് DC മോട്ടറാണ്. അധികം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാതിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. നമ്മളിതേപോലെ ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുപോയി യൂസ് ചെയ്ത് തിരിച്ചെടുത്ത് നമുക്ക് വീട്ടിൽ വരാവുന്ന രീതിയിലുള്ള ഒരു ചെറിയ പോർട്ടബിൾ പമ്പാണിത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.